വികസനത്തിന്റെ പൊന്നഴകിൽ തിരുവനന്തപുരം പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രം നവീകരിച്ച റെസ്റ്റ് ഹൌസും പുതുതായി നിർമ്മിച്ച കഫ്റ്റീരിയയും മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു. കോവിഡിന് ശേഷം വലിയ ഉണർവുണ്ടായ ടൂറിസ്റ്റ് കേന്ദ്രമായി പൊന്മുടി മാറിയെന്ന് മന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലാണ് കോവിഡ് കാലത്ത് നാശത്തിന്റെ വക്കിലേക്ക് കൂപ്പുകുത്തിയ പൊന്മുടി നവീകരിച്ചത്. നവീകരിച്ച റെസ്റ്റ് ഹൌസും പുതിയതായി കഫ്റ്റീരിയയും മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു. കോവിഡിന് ശേഷം കേരളത്തിൽ ഏറ്റവും ഉണർവുണ്ടായ വിനോദസഞ്ചാര കേന്ദ്രമാണ് പൊന്മുടിയെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് പറഞ്ഞു. താമസ സൌകര്യത്തിന്റെ അപര്യാപ്തതയാണ് പൊന്മുടി നേരിട്ടിരുന്ന പ്രധാന പ്രശ്നം. അതിനാണ് റെസ്റ്റ് ഹൌസിലൂടെ പരിഹാരമാകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഉയരങ്ങളിലേക്ക് എത്തിച്ച് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാം. അതിനിവിടുത്തെ എം.എൽ.എ. ശ്രീ ഡി കെ മുരളിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രമത്തിന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പും സർക്കാരും എല്ലാ പിന്തുണയും നൽകി കൂടെയുണ്ട് എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൊന്മുടി മെർക്കിസ്റ്റൺ എസ്റ്റേറ്റിന് സമീപത്തായി 78.18 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റെസ്റ്റ് ഹൌസിന്റെ നവീകരണ പ്രവൃത്തികളും കംഫർട്ട് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കഫ്റ്റീരിയ നിർമ്മാണവും പൂർത്തിയാക്കിയത്. പൊന്മുടിയിലെ ക്യാമ്പ് ഷെഡ് നവീകരിച്ചാണ് റെസ്റ്റ് ഹൌസിന്റെ നിലവാരത്തിലേക്ക് മാറ്റിയത്. 3 മുറികളുണ്ടായിരുന്ന ക്യാമ്പ് ഷെഡിന്റെ പ്രധാന കെട്ടിടത്തിൽ AC റൂം ഉൾപ്പെടെ 4 ഓഫീസുകൾ ഒരുക്കിയിട്ടുണ്ട്. ഓഫീസ് റൂം, റിസപ്ഷൻ, ആധുനിക സൌകര്യങ്ങളോടെയുള്ള വാഷ്റൂം എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. 1324 ചതുരശ്ര അടി വിസ്തൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന കഫ്റ്റീരിയയിൽ ഡൈനിംഗ് ഹാൾ, സ്റ്റോർ കിച്ചൺ, സ്റ്റാഫ് റെസ്റ്റ് റൂം, ഭിന്നശേഷിക്കാർക്കുൾപ്പെടെയുള്ള വാഷ്റൂം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഹെറിറ്റേജ് മാതൃകയിലാണ് റെസ്റ്റ് ഹൌസും കഫ്റ്റീരിയയും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നവീകരിച്ച പൊന്മുടി ഗസ്റ്റ് ഹൌസ് ഫെബ്രുവരിയിൽ പ്രവർത്തന സജ്ജമാകുമെന്നും മന്ത്രി അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.